അപ്പോൾ ഓൾ ടുഗെദർ ഡെഫിനിഷൻ ഓഫ് ആംഗിൾ മോഡുലേഷനെ നമുക്ക് ഇങ്ങനെ പറയാം. ആംഗിൾ മോഡുലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഇൻ വിച്ച് either frequency or phase of the carrier signal is varied. കാരിയറിന്റെ ഫേസ് അല്ലെങ്കിൽ ഫ്രീക്വൻസിക്കാണ് വ്യത്യാസം വരുത്തുന്നത്. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇവിടെ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ അല്ലെങ്കിൽ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ സിഗ്നൽ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ് ആംഗിൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നിൽ വേരിയേഷൻ വരുത്തിയിട്ടായിരിക്കും നമ്മൾ ആംഗിൾ മോഡുലേഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷനിലെ ഔട്ട്പുട്ട് സിഗ്നൽ y of t യുടെ ജനറൽ എക്സ്പ്രഷൻ നോക്കാം. y of t AC cos omega t of t plus phi. ഇതിൽ നമുക്കറിയാം ഫ്രീക്വൻസി മോഡുലേഷനിൽ എന്തിനാണ് വ്യത്യാസം വരുന്നുണ്ടാവുക? ഫ്രീക്വൻസിയിലാണ് വ്യത്യാസം, കാരിയറിന്റെ ഫ്രീക്വൻസിയിലാണ് വ്യത്യാസം വരുത്തുക. ഇതിൽ AC എന്ന് പറയുന്നത് എന്താണ്? AC അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ്. അതിന് വ്യത്യാസമൊന്നുമില്ല. ഒമേഗ ടി എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ആണ് സിഗ്നലിന്റെ. ഫ്രീക്വൻസി മോഡുലേഷനിൽ നമ്മൾ എന്തിനാണ് വ്യത്യാസം വരുത്തുന്നത്? ഫ്രീക്വൻസിക്കാണ്, കാരിയറിന്റെ ഫ്രീക്വൻസിക്കാണ് വ്യത്യാസം വരുത്തുന്നത്. സോ ദിസ് ഒമേഗ ടി ഫ്രീക്വൻസി ഓഫ് ദിസ് സിഗ്നൽ വിൽ ബി എ ഫങ്ഷൻ ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പൊ നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷന്റെ കേസിൽ ഫ്രീക്വൻസിക്കാണ് അവിടെ വ്യത്യാസം വരുത്തുന്നത്. ഒമേഗ ടി ഓഫ് ടി എന്ന് എഴുതിക്കുന്നത് പ്ലസ് ഫൈ ആംഗിളിൽ ഒരു വ്യത്യാസം വരുത്തില്ല, അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഫേസ് മോഡുലേഷന്റെ കേസിൽ നോക്കി നോക്കൂ. AC y of t equal to AC എന്ന് പറയുന്നത് എന്താണ്? കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, നോ ചേഞ്ച്. കോസ് ഓഫ് ഒമേഗ സി ടി പ്ലസ് ഫൈ ഓഫ് ടി ജനറൽ എക്സ്പ്രഷനിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ AC ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ വരുത്തില്ല നമ്മൾ ഫേസ് മോഡുലേഷൻ ചെയ്യുമ്പോൾ. ഇത് ഒമേഗ സി ടി എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തുമോ ഫേസ് മോഡുലേഷൻ ചെയ്യുമ്പോൾ? ഇല്ല. ഫൈ ഓഫ് എന്ന് എഴുതിയാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ ഇവിടെ ഫൈ ഓഫ് ടി എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഈ ഫേസ് ആണ് നമ്മൾ ടൈമിനനുസരിച്ചിട്ട് മാറ്റം വരുത്താൻ പോകുന്നത് ഫേസ് മോഡുലേഷന്റെ കേസിൽ. സോ ദിസ് ഫൈ ഓഫ് ടി ആംഗിൾ ഓഫ് ദ സിഗ്നൽ വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. ആംഗിൾ ആണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഫംഗ്ഷൻ ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ആംഗിളിനെയാണ്. കാരണം ഇവിടെ നമ്മൾ ഫേസ് മോഡുലേഷൻ ചെയ്യുമ്പോൾ ഫേസ് ആംഗിളിനാണ്, കാരിയറിന്റെ ഫേസ് ആംഗിളിനാണ് എന്ത് ചെയ്യുന്നത്? വ്യത്യാസം വരുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഓരോ രീതിയിലും നമുക്കിതിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? സിഗ്നൽ AC cos omega t plus phi. A എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ് കാരിയറിന്റെ. ഒമേഗ സി ടി എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ്. ഫൈ എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ ആണ്. ഫ്രീക്വൻസി മോഡുലേഷന്റെ കേസിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡിനും ഫേസിനും വേരിയേഷൻ വരുത്തുന്നില്ല. ഫ്രീക്വൻസി ഒമേഗ സി ഓഫ് ടി എന്ന് ആ ഒരു ടേമിനെ മാത്രമാണ് ഫംഗ്ഷൻ ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ആയിട്ട് എടുക്കുന്നത്. സോ ഒമേഗ ടി ഫ്രീക്വൻസി ഈസ് വാരിഡ് ഹിയർ, സോ ദറ്റ് ഇസ് ഒമേഗ ടി ഓഫ് ടി എന്ന് എഴുതിയിട്ടുണ്ട്. ഒമേഗ സി ടിയുടെ അവിടെ ഒമേഗ സിക്ക് ഒമേഗ സി ഓഫ് ടി എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം അവിടെ ഫ്രീക്വൻസിക്ക് വേരിയേഷൻ നമ്മൾ വരുത്തും. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ കേസിൽ ഫേസ് മോഡുലേഷന്റെ കേസിൽ എങ്ങനെയാണ്? AC കോസ് ഒമേഗ സി ടി പ്ലസ് ഫൈ എന്നാണ്. ഇവിടെ ഞാൻ ഫൈ ഓഫ് ടി എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഫേസ് മോഡുലേഷനിൽ ഫേസിന് വ്യത്യാസം വരുത്തുന്നത്. ഫേസ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഫൈ ഓഫ് ടി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കാം ആംഗിൾ മോഡുലേഷന്റെ. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോയ്സ് റിഡക്ഷൻ ആണ്. നോയ്സ് റിഡക്ഷൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫേസ് മോഡുലേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നോയ്സ് കമ്പാരിറ്റീവ്ലി അവിടെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് സിസ്റ്റം ഫിഡിലിറ്റി. സോ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് ഇംപ്രൂവ്ഡ് സിസ്റ്റം ഫിഡിലിറ്റി ആണ്. സിസ്റ്റം ഫിഡിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം ഫിഡിലിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ സിസ്റ്റം ടു റിപ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട് ഇൻ ദ സെയിം ഫോം ആസ് ദ ഇൻപുട്ട്. ഇൻപുട്ട് എങ്ങനെ കൊടുക്കണോ അതിന്റെ അതേപോലെ തന്നെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. അതിനെയാണ് നമ്മൾ സിസ്റ്റം ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ഇംപ്രൂവ്ഡ് സിസ്റ്റം ഫിഡിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുത്തതിനെ ഒരുമാതിരി വലിയ വ്യത്യാസം ഒന്നുമില്ലാണ്ട് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് യൂസ് ഓഫ് പവർ ആണ്. ഫ്രീക്വൻസി മോഡുലേഷനോ അല്ലെങ്കിൽ നമ്മൾ ഫേസ് മോഡുലേഷനോ ആണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പവർ അവിടെ വിതൗട്ട് എനി ലോസ് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. എഫിഷ്യന്റ് യൂസ് ഓഫ് പവർ ആണ് അടുത്തൊരു അഡ്വാൻറ്റേജ് ആംഗിൾ മോഡുലേഷന്റെ കേസിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആപ്ലിക്കേഷൻസിൽ 2-3 ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. നമുക്കറിയാം FM റേഡിയോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ തന്നെ TV സൗണ്ട് ട്രാൻസ്മിഷനിൽ അവിടെ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ യൂസ് ചെയ്യും. പിന്നെ അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ് സെല്ലുലാർ റേഡിയോ.
ഈ വക എല്ലാ കാര്യങ്ങളും നമുക്ക് ആപ്ലിക്കേഷന്റെ ഏരിയയിൽ പറയാൻ സാധിക്കും. നമുക്ക് അടുത്തത് റെപ്രസെന്റേഷൻ ഓഫ് FM വേവ് ഫോം നോക്കാം. ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ഫോമിന്റെ സിഗ്നൽ റെപ്രസെന്റേഷൻ എങ്ങനെ വരും നോക്കാം. ആദ്യം ഞാൻ തന്നിരിക്കുന്ന ആ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നൽ ആണ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് AM ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ കാരിയർ സിഗ്നൽ, ഇത് നമ്മൾ എൻകോഡ് ചെയ്ത് വിടുന്ന ഒരു സിഗ്നൽ ഉണ്ടല്ലോ, കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെസ്സേജ് സിഗ്നലിനെ എൻകോഡ് ചെയ്ത് വിടുന്ന സിഗ്നലിനെ കാരിയർ സിഗ്നൽ എന്ന് പറയും. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് AC എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഈ കാരിയറിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഈ മെസ്സേജ് സിഗ്നലിനെ സെൻഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും മെസ്സേജ് സിഗ്നലിനെ മുമ്പ് ട്രാൻസ്മിറ്റ് ചെയ്ത് ചെന്നെത്താവുന്നതിൽ കൂടുതൽ ദൂരം അതിന് സഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെയാണല്ലോ. അപ്പൊ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ് ചെയ്യുന്നത്. ഫ്രീക്വൻസി മോഡുലേഷൻ എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ഏറ്റവും താഴെ മൂന്നാമത്തെ ഫിഗർ തന്നിരിക്കുന്നത് ഫ്രീക്വൻസി മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽ ആണ്. ഇവിടെ എന്താണ് ഈ ഗ്രാഫ് എന്ന് മനസ്സിലാവണേ നോക്കാം. If you observe this graph, we can notice that the frequency of the carrier increases when the amplitude of the input signal is increased. എന്ന് വെച്ചാൽ ഫസ്റ്റ് സിഗ്നൽ നോക്കാം. മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സ്ഥലത്ത് എന്താണ്, ഇവിടെ ഇൻക്രീസ്ഡ് ആണ് അല്ലെ. ഈ ആംപ്ലിറ്റ്യൂഡ് കൂടുന്ന സ്ഥലങ്ങളിൽ ഫ്രീക്വൻസി നമുക്ക് കൂടുതലായിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് AMന്റെ അവിടെ പോകുമ്പോൾ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്. ആ സമയത്ത് താഴെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്താണ്, കൂടുതലാണ് അല്ലെ. കൂടുതൽ ഫ്രീക്വൻസിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. When the amplitude of the input signal is increased, the frequency of the carrier also is increased. ഇവിടെ ഫ്രീക്വൻസി ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ the frequency of the carrier decreases if the amplitude of the modulating signal goes down. ഈ AM ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരികയാണ്. ഈ ആംപ്ലിറ്റ്യൂഡ് കുറയണ ഫേസ് തൊട്ടിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസിയും കുറയണതായിട്ട് നമുക്ക് കാണാം. താഴോട്ട് വരുമ്പോൾ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് -AM എത്തും അല്ലെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. പിന്നെയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു കർവില് എന്താ സംഭവിക്കുന്നത്, ഇവിടെ എത്തുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് പതുക്കെ കൂടുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന് കറസ്പോണ്ടിങ് താഴെ നോക്കിക്കഴിഞ്ഞാൽ പതുക്കെ ഫ്രീക്വൻസി ഇവിടെ കൂടുന്നുണ്ട്. പതുക്കെ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സിഗ്നല് കയറി ആംപ്ലിറ്റ്യൂഡ് നല്ല പീക്കിൽ എത്തുന്ന സമയത്ത് നമുക്ക് താഴെ കിട്ടുന്ന ആ മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നലിന്റെ ഫ്രീക്വൻസി നോക്കൂ. ഫ്രീക്വൻസി അവിടെ പിന്നെയും കൂടുതലായിട്ടുള്ള ഫ്രീക്വൻസി അല്ലെ കിട്ടുന്നത്. നമുക്ക് മാക്സിമം ഫ്രീക്വൻസി അവിടെ കിട്ടുന്നുണ്ട്, ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് എന്താ മനസ്സിലായത്? When the frequency of the carrier increases, we can notice that the frequency of the carrier increases when the എപ്പോഴാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്, ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്, when the amplitude of the input signal is increased. ഇൻപുട്ട് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് അവിടെ കിട്ടുന്നത്. ഈ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് പതുക്കെ കുറയുന്നതിനനുസരിച്ചിട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസിയും കുറയുന്നുണ്ട്. The carrier frequency is maximum when the input signal is its highest. Input signal highest വെച്ചാൽ പ്ലസ് AM എത്തുമ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഹയസ്റ്റ് ആണ്. അതേസമയം ഇൻപുട്ട് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ലോവസ്റ്റ് എത്തുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസി അവിടെ കുറവാണ് ആണല്ലോ. സോ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പ്രാവശ്യം കൂടെ പറയാം. മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനെ ഞാൻ AM എന്ന് കൊടുത്തിട്ടുണ്ട്. കാരിയർ സിഗ്നൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് AC എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മോഡുലേറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ ചെയ്യുമ്പോഴുള്ള സിഗ്നലാണ് തേർഡ് ഫിഗർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഫ്രീക്വൻസി മോഡുലേഷന്റെ ഗ്രാഫ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് നോക്കിക്കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്ന സമയത്തൊക്കെ ആ സമയത്തുള്ള ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി ഹയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എപ്പോഴാണോ ഈ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നത് ആ സ്ഥലങ്ങളിൽ പതുക്കെ ഫ്രീക്വൻസിയും കുറയുന്നത് കാണാം. ആംപ്ലിറ്റ്യൂഡ് വല്ലാതെ കുറഞ്ഞിരിക്കുന്ന -AM എത്തുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി നല്ലവണ്ണം കുറഞ്ഞു. ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതിനനുസരിച്ചിട്ട് ഫ്രീക്വൻസിക്കും അവിടെ കുറവ് സംഭവിച്ചു. പതുക്കെ ആംപ്ലിറ്റ്യൂഡ് കൂടി വരുമ്പോൾ പിന്നെയും ഫ്രീക്വൻസിയും കൂടുന്നുണ്ട്. എപ്പോഴാണോ ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും ഹയസ്റ്റിൽ എത്തുന്നത് ആ സമയത്ത് ഫ്രീക്വൻസിയും ഹയസ്റ്റിലാണ് എത്തുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ആ രീതിയിൽ നമുക്ക് പറയാം. If we observe the graph, we can notice the frequency of a carrier increases when the amplitude of the input signal is increased. Okay, that is here the carrier frequency is maximum when the input signal is at highest. അല്ലെ, ഇൻപുട്ട് സിഗ്നൽ ഹയസ്റ്റ് ആകുമ്പോൾ ഫ്രീക്വൻസി കൂടുതലാണ്. അതുപോലെ തന്നെ അതിന്റെ റിവേഴ്സ് കേസ് പറഞ്ഞാൽ എങ്ങനെയാണ്? ഓൾസോ ദ ഫ്രീക്വൻസി ഓഫ് എ കാരിയർ ഡിക്രീസസ് ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ഗോസ് ഡൗൺ. ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസിക്ക് കുറവ് സംഭവിക്കുന്നുണ്ട്. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ
It means that the carrier frequency is minimum when the input signal is at its lowest. Input signal അതിന്റെ ലോവസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോൾ കരിയർ ഫ്രീക്വൻസി അതുപോലെ തന്നെ അവിടെ കുറവാണ് നമുക്ക് ഔട്ട്പുട്ട് സിഗ്നലിന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത് ഫേസ് മോഡുലേഷൻ ആണ്. ഫേസ് മോഡുലേഷനിൽ എന്താ സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ we can define the phase modulation as a process of varying the phase of the carrier signal linearly with the instantaneous value of the message signal. കാരിയറിന്റെ ഫേസിലാണ് നമ്മൾ അവിടെ ചേഞ്ചസ് വരുത്തുന്നത്. നമുക്കിവിടെ ഫേസ് മോഡുലേറ്റഡ് വേവിന്റെ സിഗ്നൽ റെപ്രസെന്റേഷൻ നോക്കാം. ആദ്യം തന്നെ ഒരു മെസ്സേജ് സിഗ്നൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ സിഗ്നൽ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനിൽ കാണിച്ച പോലെ ഒരു കാരിയർ ഉണ്ടാവും. ആ കാരിയറിന്റെ മുകളിൽ നമ്മൾ എൻകോഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഫേസ് മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവാന്ന് വിചാരിച്ചാൽ, അപ്പോൾ ഓൾറെഡി സിഗ്നൽ കാരിയറിന്റെ മുകളിൽ എൻകോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, AC എന്ന് പറയുന്നതാണ്. ഇനി ഇവിടെ ഈ ഒരു ഗ്രാഫ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഈ ഒരു ഗ്രാഫ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ആംപ്ലിറ്റ്യൂഡ്, മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് പീക്കിലെത്തുന്ന സമയത്ത് ഇവിടുത്തെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നൽ ഒരു ഫേസ് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെ മനസ്സിലാവും. നോക്കുക, മെസ്സേജ് സിഗ്നലിന്റെ പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡിന് നമുക്ക് AM എന്ന് കൊടുക്കാം, നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡിന് നമുക്ക് -AM എന്ന് കൊടുക്കാം. കാരിയറിൽ എൻകോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫേസ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ തന്നെ നമുക്ക് AC എന്ന് കൊടുക്കാം, നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡിന് നമുക്ക് -AC എന്ന് കൊടുക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മെസ്സേജ് സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള സമയത്ത് നമ്മുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നലിന് ഒരു ഫേസ് ചേഞ്ച് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ പീക്കുകളിൽ എത്തുമ്പോഴും, ഒന്ന് പോസിറ്റീവ് പീക്ക് ആണെങ്കിൽ അടുത്തത് നെഗറ്റീവ് പീക്ക്, ഓരോ പീക്ക് ആംപ്ലിറ്റ്യൂഡിൽ എത്തുമ്പോഴും അവിടെ ഫേസിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഫേസിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ചേഞ്ച് സംഭവിക്കുന്നത്? നമ്മുടെ സിഗ്നലിന്റെ മെസ്സേജ് സിഗ്നലിന്റെ ഓരോ പീക്കുകളിലും എത്തുമ്പോഴാണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലില് ഫേസില് ചേഞ്ച് സംഭവിക്കുന്നത്. ഇൻപുട്ട് സിഗ്നൽ മെസ്സേജിന്റെ ഓരോ പീക്കുകളിൽ എത്തുമ്പോഴും ഔട്ട്പുട്ട് സിഗ്നലിൽ നമുക്ക് കിട്ടുന്ന മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഫേസിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഒരു PM സിഗ്നലിന്റെ റെപ്രസെന്റേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: V of t equal to AC cos A എന്ന് എഴുതുന്നത് അല്ലെങ്കിൽ AC എന്ന് എഴുതാം, AC cos omega CT plus phi of t. A എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. ഒമേഗ CT എന്ന് പറയുന്നത് എന്താണ്? കാരിയറിന്റെ ഫ്രീക്വൻസി ആണ്. ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഫേസ് ആംഗിൾ ആണ്. ഇവിടെ നമ്മൾ എന്തിലാണ് വ്യത്യാസം വരുത്തുന്നത്? ഫൈയിലാണ് വ്യത്യാസം വരുത്തുന്നത്, ആംഗിളിലാണ്, ഫേസ് ആംഗിളിലാണ് വ്യത്യാസം വരുത്തുന്നത്, ഫൈ ഓഫ് ടി. ഓക്കെ, ദിസ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. ബാക്കി രണ്ടും നമ്മളിവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കും അല്ലെ. ആംപ്ലിറ്റ്യൂഡിനും വ്യത്യാസം വരത്തില്ല, ഫ്രീക്വൻസിക്കും വ്യത്യാസം വരത്തില്ല. ഫൈ ഓഫ് ടി ആംഗിൾ, ഫേസ് ആംഗിളിന് മാത്രം വ്യത്യാസം വരുത്തും, വിച്ച് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. ബാക്കി രണ്ടും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ ഈ അതിന് ഫേസ് ആംഗിൾ ഇതായിട്ടാണ് നമ്മൾ അവിടെ റെപ്രസെന്റ്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ബേസ് ബാൻഡ് സിഗ്നൽ. ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് മറ്റൊന്നല്ല, നമ്മുടെ മെസ്സേജ് സിഗ്നലിന് അടിസ്ഥാനം അനുസരിച്ചിട്ട് നമ്മളവിടെ ഫേസ് ആംഗിളിന് വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കും. സോ എപ്പോഴാണ് വ്യത്യാസം വരുന്നത്? നമ്മളൊരു ഒബ്സർവ് ചെയ്തു അല്ലെ, PM മോഡുലേറ്റഡ് വേവ് ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി മെസ്സേജ് സിഗ്നലിന്റെ ഓരോ പീക്കുകളിൽ എത്തുമ്പോഴുമാണ് നമ്മുടെ സിഗ്നലിന്റെ ഫേസിന് അവിടെ വ്യത്യാസം വരുന്നത്. ഈ രീതിയിലായിരിക്കും നമുക്ക് ഫേസ് മോഡുലേറ്റഡ് ആയിട്ട് ഒരു സിഗ്നൽ അവിടെ കിട്ടുന്നുണ്ടായിരിക്കുക.